+1 പഠനം ആരംഭിക്കുന്ന പ്രിയ വിദ്യാർത്ഥികളെ, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, എന്താണ് എക്കണോമിക്സ്? വിശദമായ, രസകരമായ, ലളിതമായ ചർച്ചകൾ നമുക്ക് ഇന്ന് ഇവിടെ ആരംഭിക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിനെ കുറിച്ച് ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് എന്താണ് എക്കണോമിക്സ് എന്നതിനെ കുറിച്ച് നമുക്കൊരു ചെറു ചർച്ച ആയാലോ? വാട്ട് ഈസ് എക്കണോമിക്സ്? എന്താണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് നിങ്ങൾക്ക് പറയാമോ? ഹൗ വി ക്യാൻ ഡിഫൈൻ എക്കണോമിക്സ്? ഹൗ യു ക്യാൻ ഡിഫൈൻ എക്കണോമിക്സ്? സാമ്പത്തിക ശാസ്ത്രം എന്നതിനെ നിങ്ങൾക്ക് എങ്ങനെ നിർവചിക്കാൻ സാധിക്കും? പറഞ്ഞു നോക്കൂ, എന്തായിരിക്കും സാമ്പത്തിക ശാസ്ത്രം? എക്കണോമിക്സ് എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ ആവശ്യങ്ങളും സംതൃപ്തികളെയും കുറിച്ച് പഠിക്കുന്ന ഒരു സാമൂഹ്യ ശാസ്ത്ര ശാഖയാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. വെരി ഗുഡ്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിന് ഈ രൂപത്തിലുള്ള ഒരു നിർവചനമാണ് നിങ്ങൾ നൽകിയത് എങ്കിൽ, സാമ്പത്തിക ശാസ്ത്രം അഥവാ എക്കണോമിക്സ് എന്നത് നിങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? Economics studies your behavior, how you behave in the market. നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്, നിങ്ങളുടെ പെരുമാറ്റം എന്താണ് എന്നതിനെ കുറിച്ചാണ് സാമ്പത്തിക ശാസ്ത്രം പഠന വിധേയമാക്കുന്നത്. Economics is a science which studies the human behavior as a relation between ends and scarce means which have alternative uses. ഈ ഒരു ഡെഫിനേഷനെ നമുക്കൊന്ന് ചർച്ചാവിധേയമാക്കിയാൽ, എക്കണോമിക്സ് ഈസ് ദ സയൻസ് വിച്ച് സ്റ്റഡീസ് ദ ഹ്യൂമൻ ബിഹേവിയർ. എക്കണോമിക്സ് സ്റ്റഡീസ് ദ ഹ്യൂമൻ ബിഹേവിയർ. മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനമാണ്, നിങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം. എങ്ങനെയുള്ള പെരുമാറ്റം, ഏത് സന്ദർഭത്തിലുള്ള പെരുമാറ്റം, ഏത് സിറ്റുവേഷനിൽ, as a relation between ends or wants and scarce means or scarce resources. അഥവാ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ കൈവശമുള്ള റിസോഴ്സിനും ഇടയിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്റെ പെരുമാറ്റം എന്തായിരിക്കും, ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് നമുക്ക് നിർവചിക്കാം. എന്തായിരിക്കും നമ്മുടെ ആവശ്യങ്ങളുടെ, നമ്മുടെ ആഗ്രഹങ്ങളുടെ സ്വഭാവം എന്തായിരിക്കും? ഒരുപാട് ആവശ്യങ്ങൾ. യെസ്, ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകും. അൺലിമിറ്റഡ് വാണ്ട്സ്, ഒരുപാട് ആവശ്യങ്ങൾ. ബട്ട് വാട്ട് അബൌട്ട് ദ റിസോഴ്സസ്? അത് സാക്ഷാത്കരിക്കാൻ അല്ലെങ്കിൽ ആ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള നമ്മുടെ കൈവശമുള്ള റിസോഴ്സിന്റെ അല്ലെങ്കിൽ പണത്തിന്റെ അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളുടെ സിറ്റുവേഷൻ, അവസ്ഥ എന്താണ്? കുറവാണ്. യെസ്, വെരി ഗുഡ്. ദിസ് ഈസ് ലിമിറ്റഡ്. റിസോഴ്സസ് ആർ ലിമിറ്റഡ്. അപ്പോൾ അൺലിമിറ്റഡ് വാണ്ട്സിനും ലിമിറ്റഡ് റിസോഴ്സസിനും ഇടയിൽ നിൽക്കുന്ന ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം അഥവാ എക്കണോമിക്സ് എന്ന് ആര് പറയുന്നു? പ്രൊഫസർ ലയണൽ റോബിൻസ് എന്ന എക്കണോമിസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നു. അതോടൊപ്പം കൈവശമുള്ള ഈ റിസോഴ്സസിന് വിച്ച് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്, അതിന് ഒരുപാട് അനവധി ഉപയോഗങ്ങളുമുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ മനുഷ്യന്റെ പെരുമാറ്റം എന്തായിരിക്കും? നിരവധി ഉപയോഗങ്ങളുള്ള, കുറഞ്ഞ വിഭവങ്ങളും ഒരുപാട് ആവശ്യങ്ങളും അൺലിമിറ്റഡ് വാണ്ട്സുമായി നിൽക്കുന്ന ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രമെന്ന് പ്രൊഫസർ ലയണൽ റോബിൻസ് വിശദീകരിക്കുന്നു. ഈ ഡെഫിനിഷനെ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇവിടെ പരാമർശിക്കപ്പെട്ട പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങൾ, human wants are unlimited and resources are scarce. This arise an economic problem. ഇത് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. In the case of an individual or in the case of a family or in the case of a district, ഒരു വാർഡ് തലത്തിലാണെങ്കിലും ഒരു പഞ്ചായത്ത് തലത്തിലാണെങ്കിലും ഇനി ഒരു രാജ്യത്തെ പരിഗണിച്ചാലും ഒരു എക്കോണമിയെ പരിഗണിച്ചാലും
ഒരു പ്രൊഡക്ഷൻ ഫേമിനെ പരിഗണിച്ചാലും ഏത് മേഖലയിൽ പരിഗണിച്ചാലും അൺലിമിറ്റഡ് വാൺസ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ് എന്ന സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ് എന്ന എക്കണോമിക് പ്രോബ്ലം ഫേസ് ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാം. സോ ദർ അറൈസ് എ പ്രോബ്ലം ഓഫ് ചോയ്സ്. ഒരു ചോയ്സിന്റെ, ഒരു സെലക്ഷന്റെ, ഒരു റാങ്കിങ്ങിന്റെ സിറ്റുവേഷൻ അവിടെ അറൈസ് ചെയ്യുന്നു. ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളെ റാങ്ക് ചെയ്ത് പ്രിഫറൻസിനനുസരിച്ച് അവിടെ ഒരു സെലക്ഷൻ, ഒരു ചോയ്സ് എന്ന പ്രോബ്ലം അവിടെ അറൈസ് ചെയ്യുന്നു. സോ വി ക്യാൻ സമ്മറൈസ് ദിസ് സിറ്റുവേഷൻ. ദ ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആൻഡ് ദ ഹ്യൂമൻ റിസോഴ്സസ് ആർ ലിമിറ്റഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ദിസ് സിറ്റുവേഷൻ ക്രിയേറ്റ്സ് എക്കണോമിക് പ്രോബ്ലം. സ്കേഴ്സിറ്റി ഈസ് ദ റൂട്ട് കോസ് ഇൻ ഓൾ ഫീൽഡ്സ്. എല്ലാ മേഖലകളിലും ഈ സ്കേഴ്സിറ്റി അറൈസ് ചെയ്യുന്ന എക്കണോമിക് പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. ഇനി ഗ്ലോബൽ എക്കോണമിയെ പരിഗണിച്ചാൽ പോലും ദ സ്കേഴ്സിറ്റി ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ എക്കണോമിക് പ്രോബ്ലം. ആൻഡ് ഓൾസോ ഓൾ ദീസ് റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. ഈ വിഭവങ്ങൾക്കെല്ലാം നിരവധി ഉപകാരങ്ങളും ഉപയോഗങ്ങളുമുണ്ട്. അതിനാൽ there arise a problem of choice. സെലക്ഷൻ എന്ന പ്രോബ്ലം അവിടെ അറൈസ് ചെയ്യുന്നു. റാങ്കിങ്, പ്രിഫറൻസ് എന്ന പ്രോബ്ലം അവിടെ അറൈസ് ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഈ സിറ്റുവേഷനിൽ വാട്ട് വിൽ ബി ദ ബിഹേവിയർ? നമ്മുടെ പെരുമാറ്റം എന്തായിരിക്കും? നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? ഓക്കെ, നാം എല്ലാം എക്കോണമിയിലേക്ക് പോവാറുള്ളവരാണ്, മാർക്കറ്റിലേക്ക് പോകുന്നവരാണ്. നിരവധി ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിരവധി ഉൽപ്പന്നങ്ങൾ നാം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നവരാണ്. അപ്പോൾ നാം ആരാണ്? അപ്പോൾ നിങ്ങൾ ആരാണ്? മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങളെ നാം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വെരി ഗുഡ്, കൺസ്യൂമർ എന്ന പേരിലാണ് നാം അറിയപ്പെടുന്നത്. വി ആർ ദ കൺസ്യൂമേഴ്സ്. വി ആർ ഗോയിങ് ടു മാർക്കറ്റ് ടു പർച്ചേസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമോഡിറ്റീസ് ടു സാറ്റിസ്ഫൈ അവർ പേഴ്സണൽ വാണ്ട്സ്. നാം മാർക്കറ്റിലേക്ക് പോകുന്നു. നമ്മുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി നാം വ്യത്യസ്തങ്ങളായ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. എ കൺസ്യൂമർ ഇസ് എ പേഴ്സൺ ഹു ബൈ കമോഡിറ്റീസ് ടു സാറ്റിസ്ഫൈ their own personal needs. Okay then, അപ്പോൾ നാം അഭിമുഖീകരിക്കുന്ന വ്യക്തി ആരാണ്? A seller is there. Who is a seller? How we can define a seller? ഒരു സെല്ലറിനെ എങ്ങനെ നിങ്ങൾക്ക് നിർവചിക്കാൻ പറ്റും? Seller is a person who sells commodities to make profit. ലാഭം നേടുന്നതിന് വേണ്ടി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന വ്യക്തിയെ നമുക്ക് സെല്ലർ എന്ന് വിളിക്കാം. And there is another person in the economy, that is producer. Who is producer? Producer is a person who produce goods and services for sale in the market. Producer എന്ന വ്യക്തി സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിൽ വിൽക്കുന്ന വ്യക്തിയാണ് നാം എന്ത് വിളിക്കുന്നത്? പ്രൊഡ്യൂസർ എന്ന് വിളിക്കുന്നത്. Then what will be the nature of a consumer and the nature of a behavior of a producer? Then what will be the nature of a consumer? കൺസ്യൂമറുടെ സ്വഭാവം എന്തായിരിക്കും? ബിഹേവിയർ എന്തായിരിക്കും മാർക്കറ്റിൽ? യെസ്, വെരി ഗുഡ്. കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ അഥവാ കുറഞ്ഞ എക്സ്പെൻഡിച്ചറിൽ കൂടുതൽ മാക്സിമം പ്രൊഡക്റ്റുകൾ നേടണമെന്ന താല്പര്യമായിരിക്കും ആർക്കുണ്ടാവുക? കൺസ്യൂമറിനുണ്ടാവുക. Consumer wants to maximize their satisfaction. Then what will be the nature of it? Yes, വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ഉൽപാദകന് ലാഭം പരമാവധിയാക്കാൻ ശ്രമിക്കാം. ഓക്കെ, വില വർദ്ധിപ്പിച്ചാൽ കൺസ്യൂമറുടെ പ്രതികരണം എന്തായിരിക്കും? വാങ്ങുന്ന അളവ് കുറയും. അപ്പോൾ പ്രൊഡ്യൂസറുടെ ലാഭം വർദ്ധിക്കുമോ? അവിടെ പരിമിതിയുണ്ട്. അത്തരം സന്ദർഭത്തിൽ പ്രൊഡ്യൂസർ വാണ്ട്സ് ടു മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദന ചിലവ് ചുരുക്കിക്കൊണ്ട് ലാഭം പരമാവധിയാക്കാനും ശ്രമിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ പ്രൊഡ്യൂസർ വാണ്ട്സ് ടു മാക്സിമൈസ് ദെയർ പ്രോഫിറ്റ്. അപ്പോൾ ദ ടു ഓപ്പോസിറ്റ് നേച്ചേഴ്സ് ആർ ഹിയർ. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ അവന്റെ ചിലവ് ചുരുക്കി സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ
പ്രൊഡ്യൂസർ കോസ്റ്റ് ചുരുക്കിക്കൊണ്ട് വില വർദ്ധിപ്പിച്ചുകൊണ്ടോ ലാഭം പരമാവധിയാക്കാനുള്ള ശ്രമവും നടത്തിക്കൊണ്ടേയിരിക്കും. എവരിവൺ വാണ്ട്സ് ടു മാക്സിമൈസ് ദെയർ ബെനിഫിറ്റ്. ഇവിടെ ഇവർ രണ്ടുപേരും അവരുടെ ബെനിഫിറ്റ് മാക്സിമൈസ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതായി നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നേച്ചർ ഇല്ലാത്ത ഒരു വിഭാഗത്തെ നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ പരിസരങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ? യെസ്, സാധിക്കും. എവിടെയാണ്? ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ചെന്നാൽ, അതുപോലെ തന്നെ പൊതുനിരത്തുകളിൽ, നമുക്ക് അപകട സാധ്യത ഉണ്ടാവുന്ന സന്ദർഭങ്ങളിൽ നമ്മെ സഹായിക്കാൻ വേണ്ടി ലാഭേച്ഛയില്ലാതെ എത്തിച്ചേരുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ നമുക്ക് എന്ത് വിളിക്കാം? യെസ്, സർവീസ് ഹോൾഡർ എന്ന് നമുക്ക് വിളിക്കാം. ഹൗ വി ക്യാൻ ഡിഫൈൻ ദ ടേം സർവീസ് ഹോൾഡർ? സർവീസ് ഹോൾഡർ എന്ന ടേം നമുക്ക് എങ്ങനെ നിർവചിക്കാൻ സാധിക്കും? ഇറ്റ് ഈസ് എ പേഴ്സൺ ഹു ആർ ഇൻ എ ജോബ് വർക്കിംഗ് ഫോർ സം അതർ പേഴ്സൺ ആൻഡ് ഗെറ്റ് സാലറി ഫോർ ഇറ്റ്. അപ്പോൾ സർവീസ് ഹോൾഡർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ജോലിയിലാണ്, അദ്ദേഹം മറ്റുള്ളവർക്ക് സേവന സന്നദ്ധനാണ്, and also he gets salary for it. His service is not for payment. പേയ്മെന്റ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടല്ല ഒരു സർവീസ് ഹോൾഡറിന്റെ സേവനം നമുക്ക് ലഭ്യമാകുന്നത്. എന്നാൽ there is another category. നാം ഒരു ചികിത്സയ്ക്ക് വേണ്ടി സ്വകാര്യ ആശുപത്രിയിൽ എത്തുകയും നമ്മുടെ കൈവശം പണമില്ല എന്ന് അവരെ അറിയിക്കുകയും ചെയ്താൽ അവർ സൗജന്യമായി നമുക്ക് ചികിത്സാ സേവനങ്ങൾ നൽകാറുണ്ടോ? ഇല്ല. അവരെന്ത് ചെയ്യും? തൊട്ടടുത്ത മെഡിക്കൽ കോളേജിലേക്ക് അവർ നമ്മെ റെഫർ ചെയ്യുന്നു. ഓക്കെ, അപ്രകാരം പണം സ്വീകരിച്ചുകൊണ്ട് മാത്രം സേവനം നൽകുന്ന, പേയ്മെന്റോടുകൂടി മാത്രം സേവനം നൽകുന്ന ഒരു കാറ്റഗറിയെ നാം എന്ത് വിളിക്കും? സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് വിളിക്കും. ഹൗ വി ക്യാൻ ഡിഫൈൻ സർവീസ് പ്രൊവൈഡേഴ്സ്? എ പേഴ്സൺ ഹു പ്രൊവൈഡ് സർവീസ് അതേഴ്സ് ഫോർ എ പേയ്മെന്റ്. മറ്റുള്ളവർക്ക് പേയ്മെന്റോടുകൂടി മാത്രം സേവനം നൽകുന്ന ഒരു വിഭാഗത്തെ നമുക്ക് എന്ത് വിളിക്കാം? സർവീസ് പ്രൊവൈഡർ എന്ന് വിളിക്കാം. എക്സാമ്പിൾസ്: ലോയേഴ്സ് ആൻഡ് പ്രൈവറ്റ് ഡോക്ടേഴ്സ് ആൻഡ് ടാക്സി ഡ്രൈവേഴ്സ് എക്സെട്ര. നമ്മുടെ ഇതുവരെയുള്ള ചർച്ചയിൽ 5 എക്കണോമിക് ഏജൻസുകളെ കണ്ടു. ഒന്നാമതായി നാം കൺസ്യൂമേഴ്സിനെ നാം ഐഡന്റിഫൈ ചെയ്തു. രണ്ടാമതായി നാം സെല്ലേഴ്സിനെ കണ്ടു. മൂന്നാമതായി നാം പ്രൊഡ്യൂസേഴ്സിനെ കണ്ടു. നാലാമതായി നാം സർവീസ് ഹോൾഡേഴ്സിനെ കണ്ടു. അഞ്ചാമതായി നാം സർവീസ് പ്രൊവൈഡേഴ്സിനെ കണ്ടു. ഈ പറയപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റികളെ എല്ലാം കൂടി നമുക്ക് ഓൾ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ് എന്ന് വിളിക്കാം. ഓൾ ദീസ് ആക്ടിവിറ്റീസ് ആർ കോൾഡ് the ordinary business of life. This was defined by another economist, Alfred Marshall. Alfred Marshall economicsനെ ഡിഫൈൻ ചെയ്യുന്നു. Economics is the study of man in the ordinary business of life എന്ന പേരിൽ ആൽഫ്രഡ് മാർഷൽ എന്ന എക്കണോമിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രത്തെ നിർവചിക്കുന്നത് ഇപ്രകാരമാണ്: എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ് എന്ന രൂപത്തിലാണ്. അപ്പോൾ ഇതുവരെ നാം പറഞ്ഞ 2-3 കൺസെപ്റ്റുകൾ നാം ഒന്ന് സമറൈസ് ചെയ്യുന്നു. പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ആൻഡ് എക്സ്ചേഞ്ച് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് ദെൻ വാട്ട് ഈസ് അബൌട്ട് ദ പ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ എന്നതിനെ കുറിച്ച് നാം എന്താണ് പഠിക്കാൻ പോകുന്നത്? ഇഫ് വി വാണ്ട് ടു know how the producer chooses what to produce for the market. കമ്പോളത്തിന് വേണ്ടി എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് ഒരു ഉൽപാദകൻ എങ്ങനെ തീരുമാനിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ. മാർക്കറ്റിന് വേണ്ടി എന്തുൽപാദിപ്പിക്കണമെന്ന് ഒരു ഉൽപാദകൻ എങ്ങനെ തീരുമാനിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വെൻ ഹി നോ ദ കോസ്റ്റ് ആൻഡ് പ്രൈസസ് ഓഫ് ഹിസ് പ്രൊഡക്റ്റ്. അദ്ദേഹം ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഉൽപ്പാദിപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ഉൽപ്പന്നത്തിന് എത്ര ഉൽപാദന ചിലവ് ഉണ്ടായിരിക്കുമെന്നും അതിന് മാർക്കറ്റിൽ എത്ര വില ലഭിക്കും എന്നും അറിഞ്ഞുകൊണ്ട് ഒരു ഉൽപാദകൻ മാർക്കറ്റിന് വേണ്ടി അത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള പഠനത്തെ നമുക്ക് സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കാം. ദെൻ അതുപോലെ തന്നെ മറ്റൊരു പഠന ബ്രാഞ്ചാണ്, മറ്റൊരു പഠന മേഖലയാണ് സ്റ്റഡി ഓഫ് കൺസംഷൻ. ദാറ്റ് ഈസ് ഇഫ് വി വാണ്ട് ടു നോ ഹൗ ദ കൺസ്യൂമർ ഡിസൈഡ്സ്. ഒരു ഉപഭോക്താവ് എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത് എന്തിനെ കുറിച്ച്? വാട്ട് ടു ബൈ
എന്ത് വാങ്ങണമെന്നതിനെ കുറിച്ച് ഒരു കൺസ്യൂമർ എങ്ങനെ തീരുമാനിക്കുന്നു? വെൻ ഹി നോ ദ പ്രൈസസ് ഓഫ് ദാറ്റ് കമ്മോഡിറ്റി വിത്ത് ഹിസ് ഗിവൺ ഇൻകം. കൈവശമുള്ള നിശ്ചിത വരുമാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉൽപ്പന്നങ്ങളുടെ വില നിലവാരത്തെ അറിഞ്ഞുകൊണ്ടും ഒരു കൺസ്യൂമർ എന്ത് വാങ്ങണമെന്ന് തീരുമാനിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് സ്റ്റഡി ഓഫ് കൺസംഷൻ എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. ആൻഡ് ഓൾസോ മൂന്നാമത്തെ ഒരു പഠന മേഖലയാണ് ദെൻ സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, വിതരണത്തെക്കുറിച്ചുള്ള പഠനം. ദാറ്റ് ഈസ് വെൻ വി വാണ്ട് ടു നോ ഹൗ ദ നാഷണൽ ഇൻകം or the total income of the economy is distributed. എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം അല്ലെങ്കിൽ മൊത്ത വരുമാനം is distributed through wages or salaries or profit or interest, rent, etc. among the factors of production. ഒരു ഉൽപാദനത്തിൽ പങ്കെടുത്ത ഉൽപാദന ഘടകങ്ങൾക്കിടയിൽ ടോട്ടൽ ഇൻകം എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെടുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ഹൗ ദ റെമ്യൂണറേഷൻസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ ഡിറ്റർമിൻഡ്. ഉൽപാദന ഘടകങ്ങൾക്ക് അവരുടെ പ്രതിഫലം എങ്ങനെയാണ് നിർണയിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. അപ്പോൾ നാം ഇതുവരെ പറഞ്ഞ സ്റ്റഡി ഓഫ് കൺസംഷൻ, സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ, സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ദീസ് ആർ ദ സബ്ജക്ട് മാറ്റർ ഓഫ് എക്കണോമിക് തിയറി. ഇവയുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഉയർന്ന ക്ലാസ്സുകളിൽ, പ്രത്യേകിച്ചും +2 ക്ലാസ് മുതൽ നമുക്ക് എക്കണോമിക്സിന്റെ ഭാഗമായി പഠിക്കാനുള്ളത്. ഇത്തരം ചർച്ചകൾ ഈ +1ന്റെ തുടക്കത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലൂടെ നാം ഒന്ന് തുടങ്ങി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ബാക്കി വിശദമായ ചർച്ചകൾ നാം അടുത്ത വർഷങ്ങളിൽ മാത്രമേ, +2 ക്ലാസ്സുകളിൽ മാത്രമേ നാം പഠിക്കുന്നുള്ളൂ. അപ്പോൾ നാം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, എക്കണോമിക്സ് എന്താണ് എന്നതിനെ കുറിച്ച് നാം ഒരു ചർച്ച തുടങ്ങി. എക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ്. ഇറ്റ് സ്റ്റഡീസ് ദ ബിഹേവിയർ ഓഫ് എ മാൻ എന്ന് നാം പറഞ്ഞു. ഇറ്റ് സ്റ്റഡീസ് ദ റിലേഷൻ ബിറ്റ്വീൻ ends and scarce resources which have alternative uses. ഒരുപാട് ഏകാന്തര ഉപയോഗങ്ങളുള്ള ലിമിറ്റഡ് ആയ റിസോഴ്സസും അൺലിമിറ്റഡ് ആയ വാൺസിനും ഇടയിൽ നിൽക്കുന്ന ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് നാം പറഞ്ഞു. ഓക്കെ, അതോടൊപ്പം നമുക്കൊന്ന് പരിചയപ്പെടാം. ഹു ഈസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ്? ആഡം സ്മിത്ത് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ്. ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എക്കണോമിക്സിനെ കുറിച്ച് ആദ്യമായി ഒരു ഗ്രന്ഥരചന നടത്തിയ എക്കണോമിസ്റ്റാണ് ആഡം സ്മിത്ത്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഗ്രന്ഥമാണ് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ ഇൻ 1776. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് 2 ആക്ടിവിറ്റികൾ നിങ്ങൾക്ക് നൽകുകയാണ്. അതായത് നാം ഇന്ന് പരിചയപ്പെട്ടത് എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം അൺലിമിറ്റഡ് വാൺസ് ആണ് എന്ന് നാം പറഞ്ഞു. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിൽ ഉദിച്ചു വരുന്ന നിങ്ങളുടേതായ എല്ലാ ആഗ്രഹങ്ങളും ഒന്ന് ക്രോഡീകരിക്കുക, ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. വാട്ട് ആർ യുവർ വാൺസ് ആൻഡ് ഹൗ യു ക്യാൻ റാങ്ക് ടു യുവർ പ്രിഫറൻസ്. നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ തോതനുസരിച്ച് അവയെ നിങ്ങളൊന്ന് ക്രമപ്പെടുത്തുകയും, രണ്ടാമതായി നമ്മുടെ പരിസരങ്ങളിൽ കാണുന്ന പ്രൊഡ്യൂസർ, സെല്ലർ, സർവീസ് ഹോൾഡർ, സർവീസ് പ്രൊവൈഡർ എന്നിവരുടെ എക്സാമ്പിൾസ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നതാണ്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആമുഖമായ എക്കണോമിക്സിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും നേരിൽ കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം. അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.